പ്രപഞ്ച സമൃദ്ധിയിലാണ്. വീട്ടിന് അങ്ങനെയൊരു രത്നങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒന്ന് നെഗറ്റീവ് ഫോഴ്സസ് ഒന്നും പിന്നെ അങ്ങോട്ടേക്ക് വരില്ല. രണ്ടാമത് അതൊരു മാഗ്നറ്റ് മാതിരിയായി മാറും. സമൃദ്ധി ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്നത്, അതായത് എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി ഉള്ള സ്ഥലത്ത് വീണ്ടും വീണ്ടും പോസിറ്റീവ് ആകുകയേ ചെയ്യുള്ളൂ. വീടിൻ്റെയൊക്കെ ഓരോ ദിശകളിലാണ്. ആ ദിശകളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ രത്നം സ്ഥാപിക്കുന്നത്. വാസ്തു പുരുഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിഷ്ണു അല്ല. വിഷ്ണു നമ്മൾ സസ്റ്റൈൻ എനർജിയാണ്. അന്ധകാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ ഉണ്ടായിരുന്നു. ഇത് വലിയൊരു സത്വനെ കൊണ്ട് അതിൻ്റെ ഡെഡ് ബോഡി തന്നെ ഒരുപാടുണ്ട്. ശിവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ എന്താണ്, യുദ്ധം ചെയ്തുകൊണ്ടുള്ള വേർപ്പുണ്ട്. അപ്പോൾ വേർപ്പ് കണങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഒന്നും അടിക്കും. അപാരമായിട്ടുള്ളൊരു രൂപമായി മാറി ദേവന്മാരും അസുരന്മാരും ഒരുപോലെ ഭയപ്പെട്ടു. ഇതെന്താ സാധനം എന്നാ. ദേവന്മാർ കരുതി അസുരനാണെന്ന്, അസുരന്മാർ കരുതി ഇത് ദേവനാണെന്ന്. എനിക്ക് വിശക്കണുണ്ട്, എൻ്റെ വിശപ്പ് മാറണം, ഓക്കെ നീ തിന്നു തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് അസുരൻ തിന്നാൻ തുടങ്ങി. എല്ലാത്തിനെയും ആക്രമിച്ച് കീഴടക്കുന്ന ഒരു അസുരനായിട്ടുള്ളതാണെന്നാണ് കരുതിയത്. അപ്പോൾ പക്ഷേ ഇവിടെ ഇത് നശിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ശിവന്റെ അംശ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേവനും അസുരനും ഒരുമിച്ചിട്ട് ചേർന്നു എന്നിട്ട് ആക്രമിക്കുകയാണ്. ഈശ്വരൻ പ്രത്യക്ഷനായപ്പോഴത്തേക്ക് അസുരന്റെ ഭാവം മാറി. എൻ്റെ പ്രഭു എന്ന് പറഞ്ഞിട്ട് നേരെ വീണു. അപ്പോൾ എടുത്ത ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്, വാസ്തുപുരുഷന്റെ ഫോട്ടോ. പ്രപഞ്ച സമൃദ്ധിയിലാണ്. അതെ. അപ്പോൾ ഒരു മാങ്ങയുടെ അണ്ടി കുഴിച്ചിടും മാവുണ്ടാവും, ആയിരക്കണക്കിന് മാങ്ങയുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് ആകെ ഒന്നേ ഉള്ളൂ. അതേപോലെ നമ്മളെ വീട്ടിന് അങ്ങനെയൊരു രത്നങ്ങളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഒന്ന് നെഗറ്റീവ് ഫോഴ്സസ് ഒന്നും പിന്നെ അങ്ങോട്ടേക്ക് വരില്ല. കാരണം ഇത് വേറെ തന്നെ ഒരു ഓറയായി മാറും. രണ്ടാമത് അതൊരു മാഗ്നറ്റ് മാതിരിയായി മാറും. സമൃദ്ധി ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്നത്, അതായത് എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി ഉള്ള സ്ഥലത്ത് വീണ്ടും വീണ്ടും പോസിറ്റീവ് ആകുകയേ ചെയ്യുള്ളൂ. അതിനുള്ള ഇപ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെളിച്ചം തെളിഞ്ഞു. അതേപോലെ മെറ്റീരിയലി ഉള്ള ഒരു വെളിച്ചം തെളിയിക്കലാണ്. അതുകൊണ്ടാണ് ഇതിന് രത്ന ദീപ സ്ഥാപന എന്നാ പറയുക. മെറ്റീരിയലി ഉള്ള ഒരു ദീപം തെളിയിക്കലാണ് വാസ്തുവിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്. ഇത് പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിലേക്ക് ഇതൊന്നും അധികം എത്തിയിട്ടില്ല, അതുകൊണ്ട് ആരും അതിനെക്കുറിച്ച് അവെയർ അല്ല, അതാണ്. പക്ഷെ റിസൾട്ട് വരും, ഒരുപാട് റിസൾട്ട് വരും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഇപ്പോൾ നോർത്തിൽ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. കേരളത്തിലും കുറേ വീടുകൾ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് ഉണ്ട്, നല്ലതുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എന്താ ചത്ത് കിടക്കുകയാണെങ്കിലും ചമഞ്ഞ് കിടക്കണമെന്ന്. പക്ഷെ നമ്മൾ ഈ ചമഞ്ഞ് കിടക്കാൻ നമുക്കെന്തോ മടിയാണ്. എല്ലാം പറയുകയൊക്കെ ചെയ്യും, നല്ല നല്ല പ്ലേറ്റൊക്കെ ഉണ്ടാവും വീട്ടിൽ. പക്ഷെ ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഭക്ഷണം കഴിക്കും. എന്നിട്ട് വിരുന്നുകാർ വരുമ്പോൾ എടുക്കാനാണ്. അങ്ങനെ പറഞ്ഞിട്ട് എന്താവും, നല്ല സാധനമൊക്കെ അവിടെ മാറ്റി വെച്ചേക്കും. അപ്പൊ ഈ സമൃദ്ധി ഒരു ആറ്റിറ്റ്യൂഡാണ്. അതെ അതെ, നമ്മൾ നല്ലത് ഉപയോഗിക്കുക, സമൃദ്ധിയോടെ ജീവിക്കുക. അതെ, ആ ഒരു അതെ അതാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞോ അവിടെ എന്തായാലും ഒരു സമൃദ്ധി വരും. അപ്പൊ ഇതിൽ പറയണതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വൈബ്രേഷൻ കൂടി കറക്റ്റ് ചെയ്യലാണ്. അതായത് ഓരോ പ്ലാനറ്റ്സും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലാനറ്റ്സിൻ്റെ സ്വാധീനം നമ്മളുടെ വീടിൻ്റെയൊക്കെ ഓരോ ദിശകളിലാണ്. ആ ദിശകളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ രത്നം സ്ഥാപിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള സമയാസമയങ്ങളിലൊക്കെ ഇവൻറ്റ്സ് അവിടെ സംഭവിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എപ്പോഴും അവിടെ സമൃദ്ധി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ ചില വീട്ടിൽ പോയാൽ അയ്യോ ഞാൻ കുറച്ച് തിരക്കിലാട്ടോ പിന്നെ വരട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം രക്ഷപ്പെടും. എനർജി കാരണം അവിടുത്തെ എനർജി അങ്ങനെയാണ്. നേരെ മറിച്ച് ചില സ്ഥലത്ത് പോയാൽ സംസാരിച്ചാലും ഒന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പറയും, പിന്നെ പഠിക്കൽ എന്ന് പറയും, പിന്നെ കണ്ടിട്ടില്ല അല്ലേ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടുത്തെ എനർജി പോസിറ്റീവാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള നമ്മളെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു സിസ്റ്റമാണ് രത്ന ദീപ സ്ഥാപനം. വളരെ സന്തോഷം. അതായത് പ്രശാന്ത് ജി ഈ പറയുന്നത് പൂർണ്ണമായിട്ട് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. അതായത് ഈ കൺസെപ്റ്റ്, ഈ രത്ന ദീപ സ്ഥാപന എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ആശ്ചര്യമാണ്. കുറച്ച് സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് താങ്കൾ പറഞ്ഞ വളരെ ക്ലിയർ ആണ്. ഈ പറയുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിനെയാണല്ലോ നമ്മൾ വാസ്തുപുരുഷനായിട്ട് സങ്കല്പിക്കുകയും അതിൽ ചെറിയൊരു ഇതുണ്ട്. വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിഷ്ണു അല്ല. വിഷ്ണു നമ്മൾ സസ്റ്റൈൻ എനർജിയാണ്, അതെ, നിലനിൽപ്പിൻ്റെ ഊർജ്ജമാണ്. ഇത് പക്ഷേ എന്ന് പറഞ്ഞാൽ ശിവന്റെ അംശ. ശിവന്റെ അംശമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഥ ഇങ്ങനെയാണ് പറയുന്നത്. ഒരു അന്ധകാസുരൻ എന്ന് പറഞ്ഞ കഥ പറയല്ലോ അല്ലേ. ഒരു അന്ധകാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അസുരൻ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിരുന്നു. അപ്പോൾ ശിവനുമായിട്ട് കുറേ ദിവസങ്ങളോളം യുദ്ധം നടന്നു. അപ്പോൾ ആസ് എ റിസൾട്ട് അവസാനം അന്ധകാസുരനെ വധിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു സത്വനെ കൊണ്ട് അതിൻ്റെ ഡെഡ് ബോഡി തന്നെ ഒരുപാടുണ്ട്. അതായത് നടന്നത്. പിന്നെ ശിവനിങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ എന്താണ്, യുദ്ധം ചെയ്തുകൊണ്ടുള്ള വേർപ്പുണ്ട്. അപ്പോൾ വേർപ്പ് കണങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഒന്നും അടിക്കും. അപ്പോൾ അത് വന്നിട്ട് ഭൂമിയിൽ പതിയും. അപ്പോൾ ബ്രഹ്മാവ് കണ്ടു. ബ്രഹ്മാവിൻ്റെ ഡ്യൂട്ടി സൃഷ്ടിയാണ്. അപ്പോൾ മൂപ്പർ അതിൽ നിന്നൊരു രചന നടത്തി.
ആ രചന വിയർപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നെഗറ്റീവാണ്. അതെ. അപ്പോൾ ഈ ഒരു സത്വമായി മാറി, ഒരു ഭീകരമായിട്ടുള്ളൊരു സത്വമായി മാറി. അപ്പോൾ സത്വമായി മാറി അപാരമായിട്ടുള്ളൊരു രൂപമായി മാറി. ദേവന്മാരും അസുരന്മാരും ഒരുപോലെ ഭയപ്പെട്ടു, ഇതെന്താ സാധനം എന്നാ. അപ്പോൾ ദേവന്മാർ കരുതി അസുരനാണെന്ന്, അസുരന്മാർ കരുതി ഇത് ദേവനാണെന്ന്, രണ്ടാൾക്കും അറിയണില്ല. അപ്പോൾ പിന്നെ ഇത് കണ്ണു അടച്ചിരുന്ന് വീണ്ടും തപസ്സിലേക്ക് പോയി. അപ്പം പറഞ്ഞു, അവസാനം ശിവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ മോനെ വേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് വിശക്കണുണ്ട്, എൻ്റെ വിശപ്പ് മാറണം. ഓക്കെ, നീ തിന്നു തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് അസുരൻ തിന്നാൻ തുടങ്ങി. കാണുന്നതിനൊക്കെ തിന്നുക, വൃക്ഷങ്ങളും ചെടികളും അസുരനെയും ദേവനെയും എല്ലാത്തിനെയും. എല്ലാവരും കൂടി പ്രശ്നത്തിലായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭൂമി ഇല്ലാണ്ടായി പോയില്ലേ. അപ്പോൾ എല്ലാവരും കൂടി നമ്മളെ ബ്രഹ്മാവിൻ്റെ അടുത്ത് വന്ന് എന്നിട്ട് കോഴിക്കോടൻ ഭാഷയിലൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളെന്ത് പണിയെടുത്തതെന്ന്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, എൻ്റെ പണി എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുകയാണ്, പക്ഷെ അവസാനിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയിലല്ല. അപ്പോൾ പറയാം, എന്താ ഇപ്പം ചെയ്യുക, നമുക്കിതിനെ ഒന്ന് വധിക്കുക, അസുരം വന്നാൽ വധിച്ചോളണം. യെസ്, അസുരം എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി. അപ്പോൾ ഇത് ഒരു എല്ലാത്തിനെയും ആക്രമിച്ച് കീഴടക്കുന്ന ഒരു അസുരനായിട്ടുള്ളതാണെന്നാണ് കരുതിയത്. അപ്പോൾ പക്ഷേ ഇവിടെ ഇത് നശിപ്പിക്കാൻ പറ്റില്ല, കാരണം എന്താണ്, ശിവൻ്റെ അംശ. അപ്പോൾ ആ കൂടി ഒരു വഴിയുള്ളൂ, നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ആക്രമിക്കണം. അങ്ങനെ ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് നമ്മളെ ബാക്ക് മീഡിയയിലൊക്കെ പരസ്യമൊക്കെ കൊടുത്ത് അങ്ങനെ എല്ലാത്തിലും വന്ന് എല്ലാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ദേവനും അസുരനും ഒരുമിച്ചിട്ട് ചേർന്നു എന്നിട്ട് ആക്രമിക്കുകയാണ് ഈ അസുരനെ. പക്ഷേ ഈ അസുരന് വളരെ സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും ഭക്ഷണം അന്വേഷിച്ച് പോകണ്ടല്ലോ, ഒക്കെ കൊണ്ട് വരുന്നുണ്ട്. അപ്പം മൂപ്പര് സുഖമായിട്ട് എടുത്തെടുത്ത് തായി, മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല. ഇനി അവസാനം എല്ലാവരും പ്രശ്നത്തിലായി. അവസാനം എത്തുക മഹാദേവൻ്റെ അടുത്താണല്ലോ. അപ്പോൾ മഹാദേവ അത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പോൾ ഈശാന കോണിൽ, അതായത് വടക്ക് കിഴക്ക് മൂലയിൽ ഈശൻ പ്രത്യക്ഷനായി. അപ്പോൾ ഈശൻ പ്രത്യക്ഷനായപ്പോഴത്തേക്ക് അസുരൻ്റെ ഭാവം മാറി. എൻ്റെ പ്രഭു എന്ന് പറഞ്ഞിട്ട് നേരെ വീണു. അപ്പോൾ എടുത്ത ഫോട്ടോ ആണ് നമ്മൾ കാണുന്നത്, വാസ്തുപുരുഷൻ്റെ ഫോട്ടോ. അതായത് വടക്ക് കിഴക്ക് തലയും തെക്ക് പടിഞ്ഞാറ് കാലും. അപ്പോൾ ആ കിടന്ന സമയത്ത് എല്ലാ ദേവതകളും ഈ അസുരൻ്റെ മുകളിൽ സ്ഥാനം എടുക്കും. വടക്ക് കുബേരൻ സ്ഥാനം എടുക്കും, സോമൻ. അതുമാതിരി തന്നെ പടിഞ്ഞാറ് വരുണൻ സ്ഥാനം എടുക്കും, തെക്ക് യമൻ സ്ഥാനം എടുക്കും, കിഴക്ക് ഇന്ദ്രൻ സ്ഥാനം എടുക്കും. ഇങ്ങനെ കംപ്ലീറ്റ് 45ഓളം ദേവതകൾ ഈ അസുരൻ്റെ മേലെ നിരക്കും. അപ്പോൾ ഈ അസുരന് ഇളകാൻ പറ്റാതായി. അപ്പോഴാണ് പറയാണ്, അതെ ഞാനിപ്പോഴിങ്ങനെ ക്ഷീണിച്ചൊന്നും നോക്കണ്ട, ഇത് ഇനിയും ഞാൻ എണീക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ബ്രഹ്മാവുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. ഒരു എവിടെയാണോ എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ആക്ടിവിറ്റി, അതായത് പൂജയോ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഇപ്പം ഡഫ്മുട്ടായാലും പോസിറ്റീവ് തന്നെയാണ്, അതുമാതിരി തന്നെ വെഞ്ചരിക്കുന്നതും പോസിറ്റീവാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ആചാരം നടക്കുന്നുണ്ടോ അവിടെ പോസിറ്റീവ് എനർജി ആയിരിക്കും, ദേവതകളുടെ സ്ഥാനമായിരിക്കും. ഇല്ലാത്ത സ്ഥലത്ത് അസുരൻ്റെ സ്ഥാനമായിരിക്കും. പക്ഷേ ഈ അസുരൻ ദേവതകളെ കൂടെ ആരാധിക്കുന്ന ഒരു വാസ്തുപുരുഷനായി മാറും. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നെഗറ്റീവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ അർത്ഥത്തിൽ പറയുമ്പോൾ വേറെ ഒരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ചിലതെന്ന് പറഞ്ഞാൽ അതായത് സയൻറ്റിഫിക് ഫാക്ട്സ് ആണിത്. പക്ഷേ ചില സയൻറ്റിഫിക് ഫാക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്ന് പറഞ്ഞത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചിലതൊക്കെ അങ്ങനെ തന്നെ വെക്കണേ അതിൻ്റെ ഒരു ഭംഗി. നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കഥകൾ വേറെയാണ്, തത്വങ്ങൾ വേറെയാണ്. സ്വാഭാവികമായിട്ട് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്തായാലും താങ്കൾ പറഞ്ഞ ഈ ഒരു സംഭവം, ഈ പറയുന്ന ഒരു കൺസെപ്റ്റ്, ഈ പ്രശാന്ത്ജി ഈ വാസ്തുപുരുഷ ആ ഒരു വിശ്വാസത്തിൽ ആൾക്കാർ പോകുമ്പോൾ ഇവിടെ സാധാരണ ദോഷങ്ങളും പ്രശ്നങ്ങളുമാണ് എല്ലാവരും ആദ്യം കാണുന്നത്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പകരം ഭാഗ്യവും സമൃദ്ധിയാണ് താങ്കൾ. അവിടെയാണ് ആൾക്കാരുടെ മനസ്സ് തന്നെ മാറും. സ്വാഭാവികമായിട്ടും വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് ഭാഗ്യത്തിന് തേടിയും സമ്പൽ സമൃദ്ധി തേടിയും നമ്മൾ ഓരോ മൂവ്മെന്റ്സ് ചെയ്യും. ചെറിയ മൂവ്മെന്റ്സ് പോലെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ഈ ഒരു കൺസെപ്റ്റ് വയ്ക്കുന്ന സമയത്ത് 100% മാറ്റം വരുമെന്നുള്ളത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇതിന്റെ പ്രാക്ടിക്കൽ ടെസ്റ്റിമോണിയൽസ് അങ്ങനെ തന്നെ വരട്ടെ. അതിലും അപ്പുറം എനിക്ക് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ ഓപ്പണായിട്ട് ചോദിക്കുക, സാധാരണ ഒരാൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുന്ന തലങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി ചോദിക്കുക, നമ്മൾ ഈ രത്നങ്ങൾ ഇടുന്ന സമയങ്ങൾ എല്ലാവരും പറയുന്നത് എന്താണ്, ഈ സൂര്യപ്രകാശം അല്ലെങ്കിൽ കോസ്മിക് എനർജി നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു, നമ്മുടെ ബോഡിയിലേക്ക് സ്വാഭാവികമായിട്ട് എനർജി വരുന്നു, നമുക്ക് ആ ദോഷങ്ങൾ മാറുന്നു. അതിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ക്ലാരിറ്റിയുള്ള ഒരു രീതിയിലും ദോഷങ്ങളൊന്നും വരാത്ത കല്ലുകളാണ് ഇടേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും ഈ എക്സ്പേർട്ടിനെ മേടിക്കുന്നത്.
അപ്പോൾ ഇവിടെ താങ്കൾ പറയുന്നത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ക്വാണ്ടിറ്റി കൂടുതൽ വേണം, മിനിമം 20 കാരറ്റെങ്കിലും വേണം, അതിന് ഷേപ്സും കാര്യങ്ങളും തന്നെ പ്രശ്നമില്ല, നമുക്ക് ഈ പറയുന്ന 4 ഭാഗങ്ങളിലും കുഴിച്ചിടണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ എന്താണെന്ന് വെച്ചാൽ രണ്ട് കൺസെപ്റ്റാണ്. നമ്മൾ ശരീരത്തിൽ ധരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ സയൻറ്റിഫിക് ഫാക്ട് ഉണ്ടെങ്കിലും അതിലുപരി ഒരു സബ് കോൺഷ്യസ് എഫക്റ്റാണ്. ഞാനിത് ധരിച്ചതാണ്. അതായത് 2 തരത്തിൽ നമുക്ക് രത്നങ്ങളുടെ ഇത് നിർദ്ദേശിക്കും. ഇപ്പം ഞാനും ചിലപ്പോൾ പറയാറുണ്ട് കേട്ടോ, അതായത് ഒന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത്, അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് വേണം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന രത്നം ധരിച്ചോളൂ. എൻ്റെ വാക്ചാതുര്യം കൂടണം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗ്രീൻ എമറാൾഡ് ഇതിങ്ങനെയുള്ള ധരിച്ചോളൂ. അപ്പോൾ അതൊരു വേ ആണത്. അപ്പോൾ സമ്പത്ത് നിലനിൽക്കണം, അപ്പോൾ യെല്ലോ സഫയർ ധരിച്ചോളൂ. ഇതൊരു അപ്രോച്ചാണ്. രണ്ടാമത്തെ അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നക്ഷത്രപ്രകാരം ഏതാണ് നല്ലത്, ഇതാണ് സാധാരണക്കാരനൊക്കെ ചോദിക്കുക. അപ്പോൾ സാധാരണക്കാരൻ്റെ ഇതിൽ ഇത് നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടതും ഇങ്ങനെയുള്ളതുമാണ്. അപ്പൊ അതല്ലെങ്കിൽ അതാകെ പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ്? ഈ ഒരു ഭയമുണ്ട് അവിടെ, അതാണ് അതിൻ്റെ അത്. അപ്പൊ ഇത് ധരിച്ചിട്ട് ഇതായി അതിനൊന്നും പ്രശ്നമായി അത് പ്രശ്നമാവും, ഇങ്ങനെ ഒരു ഭയത്തോടു കൂടിയാണ് ധരിക്കുന്നത്. പകരം എനിക്ക് ഇന്നതാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന രത്നം ധരിക്കണോ. ശരിക്കും ഇതിൽ പറയണ തന്നെ ആ രത്നത്തിനോട് വരെ നമ്മൾ കമാൻഡ് വെക്കണം, ഇന്ന പർപ്പസിനാണ് ഞാനിത് ധരിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് അത് ആ കമാൻഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഇടേണ്ടത്. അപ്പോഴാണ് അത് വർക്കൗട്ട് ആകുക. അതിന് ഞങ്ങളതിൽ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ഒരു 108 തവണ ചൊല്ലിയിട്ടൊക്കെയാണ് അതാകുക. അതിനൊരു സിസ്റ്റം ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേ 108 തവണ ചൊല്ലുന്നതൊക്കെ ഇതിനും ചെയ്യും. ഇതിൽ പക്ഷേ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു വിപുലമായ രീതിയിലാണ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിന് ശരിക്കും പ്രാണനില്ല. വീടെന്ന് പറഞ്ഞാൽ ഡെഡാ. അതായത് നമ്മളിപ്പോൾ ഒരു 5 ദിവസം പൂട്ടിയിട്ടു തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഒരു മണം ഉണ്ടാവും. ശരി, ഡെഡ് ബോഡി മണക്കും. അപ്പോൾ ഇതിന് ശരിക്കും ഊർജം കിട്ടുന്നത് നമ്മളിൽ നിന്നാണ്. നമ്മളുടെ ഊർജ്ജമാണ് വീട്ടിൻ്റെ ഊർജ്ജമായി മാറുന്നത്. അപ്പോൾ ഈ പ്രാണനില്ലാത്ത എന്താ പറയുക ബിൽഡിങ്ങിന് പ്രാണനുള്ള വീടാക്കി മാറ്റുകയാണ്, ഭവനമായി മാറ്റുകയാണ്. അതിനുള്ളൊരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ വാസ്തുബലി. അതായത് വാസ്തുബലി എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജീനെ പരിപോഷിപ്പിക്കുക, അതാണ്. അപ്പോൾ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ പൂജ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളുടെ സമർപ്പണം എന്നാണ് പറയുക. അപ്പോൾ പഞ്ചഭൂതങ്ങളുടെ സമർപ്പണമായിട്ടാണ് പറയുക. അതായത് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ജലം തന്നെ സമർപ്പിക്കും. നമ്മൾ ചന്ദനമില്ലേ, ചന്ദനം ശരിക്കും ഭൂമി തത്വത്തിനെയാണ്. ഗന്ധം സമർപ്പയാമി, അതുമാതിരി അഗ്നിക്ക് അഗ്നി തന്നെയാണ്. അപ്പോൾ എന്തിനാ പുഷ്പാർപ്പിക്കുന്നത്? പുഷ്പമാണ് ആകാശതത്വം. അതാണ്. അപ്പം അങ്ങനെ ഓരോ തത്വങ്ങളെയും പ്രതിനിധീകരിക്കണം. അതുകൊണ്ട് ഈ 45 ദേവതകൾക്കും ചുറ്റി കുറേ പ്രാവശ്യം ചുറ്റി കഴിഞ്ഞാൽ എന്താവും? അവിടെ ഒരു ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു മണ്ഡലം അങ്ങനെ അവിടെ രൂപപ്പെടും. അത് വെള്ളം കൊണ്ട് പൂക്കളെ കൊണ്ട് അതൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് അതോടുകൂടി ആ വീട്ടിൻ്റെ ഇപ്പം നമുക്ക് സാധാരണ ഗൃഹപ്രവേശമൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് ചെയ്ത് ഒരു 12 വർഷത്തോളം ആ ഊർജ്ജം അതുപോലെ അവിടെ നിലനിൽക്കുന്ന, അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അതിൽ നമ്മൾ ഈ രത്നങ്ങളും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്ഥിരമാണ്, സ്ഥിരപ്രതിഷ്ഠ എന്ന് പറയുന്ന മാതിരിയാണ്. ഈ വാസ്തുബലിക്ക് മാത്രം ഒരു ഇതുണ്ട്. സാധാരണ എല്ലാ പൂജകൾക്കും ഒരു ഉത്തരപൂജ ഉണ്ടാവും. അതായത് നമ്മളിൽ നിന്നുള്ള ഊർജ്ജം എടുത്ത് അതിൽ ആവാഹിച്ച് വേണ്ട വെള്ളവും പൂവൊക്കെ കൊടുത്ത് പിന്നെ തിരിച്ച് നമ്മൾ ഉദ്വംസിക്കുക, അതുണ്ട്. പക്ഷേ വാസ്തുബലിയിൽ തിരിച്ചെടുക്കില്ല. അതിൽ ആ പൂജയിലുള്ള കാര്യം ആ വീടിൻ്റെ ഊർജ്ജമായി മാറും. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. വളരെ സന്തോഷം. അതായത് ഈ ഒരു കൺസെപ്റ്റ് ഇന്നുവരെ ആരും കേട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തന്നെയും കേരളത്തിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ചിലപ്പം ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായേക്കാം. കാരണം പല ആൾക്കാരും വളരെ ലൈഫിൽ ഒരാളുടെ ഏറ്റവും വലിയ മേജർ ഇവൻസിലൊന്നാണ് വീട് വെക്കൽ എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപ് വീട് വെക്കുക എന്ന് കഷ്ടപ്പെട്ട് വീടൊക്കെ വെച്ചിട്ട് ഒരാൾ എന്ന് പറയുന്നു ഒരുപാട് ദോഷങ്ങളുണ്ട്. ദോഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കേൾക്കുന്നത്. ഇതിന് പകരം താങ്കൾ പറയുന്നു, പ്രശാന്ത്ജി പറയുന്നത് ഈ പറയുന്ന സമ്പൽ സമൃദ്ധിയും ഭാഗ്യവും, അത് വലിയൊരു സംഭവം തന്നെയാണ്. അത് കേട്ട് വളരട്ടെ, ഈ ഒരു കൺസെപ്റ്റ് എല്ലായിടത്തും വ്യാപിക്കട്ടെ. അതിലുപരി ദോഷങ്ങളെ മാറ്റി ഒരു റീപ്ലേസ്മെന്റ് കൊണ്ടുവരാൻ പറ്റിയാൽ അതായിരിക്കും ലൈഫിൽ ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും. അതായത് എന്ന് പറഞ്ഞാല് ശരിക്കും പറയാം, അതൊരു നമ്മളൊരു ആറ്റിറ്റ്യൂഡാണത്. അതായത് എങ്ങനെയുണ്ട്, സുഖം തന്നെയാണ്, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണേ, ഈ ഒരു ഇത് മാറ്റിയിട്ട് കുഴപ്പമില്ല. അപ്പൊ പറയുന്ന വാക്ക് തന്നെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ നമ്മൾ അറിയാണ്ട് നമ്മളെ മലയാളിക്ക് പറ്റിയൊരു എവിടെയോ ഒരു ഇതാണ്. അതായത് അങ്ങനെ ആകുമ്പോഴാണ് സംഭവം ഇതാകുക. അപ്പൊ മറിച്ച്
എങ്ങനെയുണ്ട്? ഗംഭീരായിട്ടുണ്ട്, ഹാപ്പിയാണ്. അതെ, അതൊരു നമ്മളങ്ങനെ ശീലിക്കേണ്ടതുണ്ട്. അപ്പൊ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള രത്നദീപ സ്ഥാപനം അതൊക്കെ നടത്തി കഴിഞ്ഞാൽ, വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ അവിടുത്തെ ആ ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ മാറും എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണം. അപ്പൊ ഈ രത്നദീപ സ്ഥാപന ഇൻഡസ്ട്രിയൽ വാസ്തു പറ്റുമോ? പിന്നെ അതിലാണ് ഏറ്റവും കൂടുതലാണ്. അതിലൊരു അപാര എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ എനിക്ക്. അതില് ഇൻഡസ്ട്രിയൽ ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ട് ക്വാണ്ടിറ്റി തന്നെ ഇതാകുക. ഇതിലിപ്പോ നോർത്തിൽ നമ്മൾ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ഇത് ഇതാണ് മുത്ത്, പേള്, വൈറ്റ് പേള്. അപ്പോൾ ഒരു ഫാക്ടറി ശരിക്കും പറയാം അത് അവർ വിൽക്കാൻ ഇതായിട്ട് ആകെ പോയതാ. ഒരു 4 കിലോ പേളാണ് അവിടെ ബറി ചെയ്തത്. അയാൾക്ക് 6 ഫാക്ടറി ഉണ്ട്. കൊല്ലത്തുള്ള ഒരാളാണ്. ഇതാണ് അയാൾക്ക് ആദ്യം ഒരു ചെമ്മീൻ ഫാക്ടറി ഉണ്ടായിരുന്നു അത്. പിന്നെ അതായിട്ട് ഇപ്പം അയാൾ കോഴിക്കോടുണ്ട്, അതുമാതിരി തന്നെ പുനലൂരുണ്ട്, ഇപ്പം അതുമാതിരി തന്നെ കാസർഗോഡ്, ഒരുപാട് സ്ഥലത്ത്. അല്ല പറയാണത് അത്രയും റിസൾട്ട് എനിക്ക് ഒരുപാട് ലൈവായിട്ട് കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കേരളം വിട്ട് പുറമേ പോകുന്ന സമയങ്ങളിൽ നോർത്തിലാണ് ഈ ഇൻഡസ്ട്രിയൽ വാസ്തുവിന്റെ ഒരു വ്യാപാരം. ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപയാണ് പെർ കൺസൾട്ടേഷൻ തന്നെ ആൾക്കാർ വരുന്നത്. സോ അപ്പൊ അവിടെ അത്രയും ഔട്ട്പുട്ട് ഉള്ളത് കൊണ്ടാണ് വാസ്തുവിന് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഇല്ലെങ്കിൽ ആരും സ്പെൻഡ് ചെയ്യില്ല. സോ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയൽ വാസ്തു കേരളത്തിനേക്കാൾ അപ്പുറം ബാക്കിയുള്ള സ്റ്റേറ്റുകളിലാണ് ഇപ്പൊ വ്യാപകം ഉള്ളത്. പക്ഷെ താങ്കൾക്ക് കേരളത്തിനകത്ത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് കൊണ്ടുവരാൻ കഴിയട്ടെ. കാരണം കേരളമാണ് നമ്മുടെ ഒരു എന്താ പറയാ, ഇവിടെയാണ് നമുക്ക് വളർത്തേണ്ടത്. അതെ അതെ, തീർച്ചയായിട്ടും. അത് എന്താണെന്ന് അറിയോ, കേരളത്തിലുള്ള ഇതൊരു സയൻസ് ആണെന്ന് ആദ്യം കാണുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രശ്നമുണ്ടോ അതിന്റെ അർത്ഥം നമ്മളെ താളവും പ്രപഞ്ചത്തിന്റെ താളവും വേറെ ആകുകയാണെന്നാ. ശരിയാ. പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ പ്രപഞ്ച താളത്തിലാണോ അവിടെ നാച്ചുറലി തന്നെ അവിടെ സമൃദ്ധി വരും. ഈ ഹിന്ദു ദേവിമാരെ കണ്ടില്ലേ, ദരിദ്രവാസിയായിട്ട് ഏതെങ്കിലും ദേവീനെ കണ്ടിട്ടില്ല. അതായത് പോസിറ്റീവ് ആണോ അവിടെ സമൃദ്ധി വരും. അല്ലെങ്കിൽ സമ്പന്നനാകുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി വേവ്സാ. അപ്പൊ ദരിദ്രനാകുക എന്ന് പറഞ്ഞാലോ ഈ നാച്ചുറലി ഉള്ള ഫ്ലോ ആയിട്ട് എവിടെയോ നമ്മൾ കട്ടായി പോവുക, അല്ലെങ്കിൽ മിസ്മാച്ച് ആയി പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് വരിക, നമ്മൾ ആ കൂടി പ്രശ്നത്തിലാവും. അപ്പോഴാണ് എല്ലാ രോഗം വരിക, അസുഖം വരിക, ജോലി കിട്ടാണ്ട് വരിക, കല്യാണം നടക്കില്ല, ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് ടേംസിലേക്കും പോവുക. അപ്പോൾ വാസ്തു എന്താ ചെയ്യണമെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ചുറ്റളവ് നോക്കിയിട്ട് ശരിയാക്കലൊന്നുമല്ല. നമ്മൾ ആ ഒരു എവിടെയാണോ മിസ്മാച്ച് ആയിരിക്കുന്നത് അതിനെ കറക്റ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിലേക്കുള്ള ആ പ്രപഞ്ചബോധത്തിലേക്ക് നമ്മൾ ഉയർത്താനുള്ള ആ കോൺഷ്യസ്നെസ്സിനെ ഡെവലപ്പ് ചെയ്യലാണ്. വളരെ സന്തോഷം. ഇത് എല്ലാവർക്കും എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റട്ടെ. അതിലപ്പുറം ഈ പറയുന്ന വാസ്തുഭാരതി ഏറ്റവും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈ പറയുന്ന കൺസെപ്റ്റോട് കൂടി ഒരു യുണീക്ക് കൺസെപ്റ്റായി മാറട്ടെ. നന്ദി. താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. താങ്ക് യു. നന്ദി.